ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മഹീന്ദ്ര 475Di എന്ന 99 മോഡൽ ട്രാക്ടറിൻ്റെ എയർ ഫിൽറ്ററാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ 3 ഫിൽറ്റർ വരും. ഇത് ഏറ്റവും താഴെ വരുന്ന ഫിൽറ്ററാണ്. ഇങ്ങനത്തെ അതിൻ്റെ മേലെ വരും. ഉള്ളിലേക്ക് ഇങ്ങനെ കയറിങ്ങാണ്ട് ഉള്ളിൽ ഇങ്ങനെ കയറ്റേണ്ട വരും. പിന്നെ ഇതിനുള്ളിലൊരു ഫിൽറ്റർ കൊണ്ട് വരും, പേപ്പർ ഫിൽറ്റർ ഇതിനുള്ളിൽ. അതിനുള്ളിലില്ല. ഒരുവിധ ആൾക്കാരൊക്കെ ആ പേപ്പർ ഫിൽറ്റർ എടുത്ത് ഒഴിവാക്കും. പക്ഷേ ആ പേപ്പർ ഫിൽറ്റർ എടുത്ത് ഒഴിവാക്കരുത്. ശരി, കമ്പനി ഒരു സാധനം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. സൗണ്ട് കുറക്കാനാണ് മെയിനായിട്ട് കമ്പനി ആ ഒരു പേപ്പർ ഫിൽറ്റർ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നിന്നൊക്കെ പോയിട്ടുള്ള പൊടികൾ, അപ്പോൾ ഇതിൽ നിന്ന് ഈ പൊടി കയറിയാൽ ഈ കറുപ്പ് കളറോടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കരിയും കൂടെ ഉള്ളിൽ നിന്ന് കുടിക്കാനാണ് ആ പേപ്പർ ഫിൽറ്ററും കൂടെ അവിടെ ഉള്ളിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലുള്ള പേപ്പർ ഫിൽറ്റർ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. അത് ഒഴിവാക്കിയിട്ട് വണ്ടിൻ്റെ സൗണ്ടും വ്യത്യാസം വരും, അതുപോലെ മൈലേജിന് വ്യത്യാസം വരും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുതിയ ട്രാക്ടറിനൊക്കെ ഡ്രൈ ടൈപ്പ് എയർ ഫിൽറ്ററാണ് വരുന്നത്. നമുക്ക് പൊടി തട്ടിങ്ങാണ്ട് ഒഴിവാക്കുന്ന ടൈപ്പ്. അത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് വരിക. ഈ റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരിക. എൻ്റെ കൊണ്ട് പുകഞ്ഞു പോണത് അതിനുള്ളിലെ ചളിയാണ്, പൊടിയാണ്. അത് കത്തിപ്പോവാണ്. നമ്മൾ സാധാരണ ഡീസലിട്ടിങ്ങനെ സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് എത്ര കഴിയായിരുന്നു. അങ്ങനെ അതിനുള്ളിലെ പൊടി അതിനുള്ളിൽ തന്നെ കെടുക്കും. കാരണം ആ വെള്ളത്തിൻ്റെ പവർ അതിനുള്ളിൽ എത്തില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ചൂടാകുമ്പോൾ അതിനുള്ളിലത്തെ മണ്ണൊക്കെ കത്തിക്കാണ്ട് പോകും. പിന്നെ അത് പൊടിയായിട്ട് പിന്നെ 1-2 പ്രാവശ്യം കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൊടികളൊക്കെ പുറത്ത് പോകും. മരക്കട്ടയിലോ അല്ലെങ്കിൽ ടയറിൻ്റെ മേലെയോ തട്ടുകയാണ് ഏറ്റവും നല്ലത്. ചൂടാറിയതിൻ്റെ ശേഷം കോൺക്രീറ്റുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ മേലെ അങ്ങനെ കുറച്ച് ഹാർഡായിട്ടുള്ള സ്ഥലത്ത് തട്ടിയാൽ അതിൻ്റെ സൈഡ് ഭാഗം വളയാൻ ചാൻസ് കൂടുതലാണ്. ചാൻസ് കൂടുതലാണെന്നല്ല, വളയും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ പഴയ വണ്ടികൾക്ക്. സർവീസ് ചെയ്യാനും നല്ലത്. പക്ഷേ സർവീസ് ചെയ്താൽ കൂടുതലും അതിനുള്ളിലത്തെ എണ്ണമയ ഉള്ളതുകൊണ്ട് പൊടിയും ചെടിയൊന്നും പോവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മാർഗ്ഗം ചെയ്യുന്നത്. ഇനി നമ്മളതിൻ്റെ അടിയിലത്തെ ആ പാത്രം ക്ലീൻ ചെയ്തിട്ട് നല്ല പുതിയ ഓയിൽ ഒഴിക്കുക. ഓയിലൊഴിച്ചിട്ട് ഓവറായിട്ട് ഒഴിക്കരുത്. ഓവറായിട്ട് ഒഴിച്ചാൽ അത് ഫിൽറ്റർ കൂടെ പിന്നെ കയറും. പിന്നെ ഫിൽറ്റർ അടയാൻ ചാൻസ് കൂടുതലാണ്. അതിൽ ഒരു മാർക്കുണ്ട് അത് അടിയിലത്തെ പാത്രത്തിന്. ആ മാർക്കിൻ്റെ താഴെ ഒഴിക്കാൻ നല്ലത്. സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു സ്പോഞ്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അധികം കനമില്ലാത്ത. അതിൻ്റെ എന്ന് വെച്ചാൽ സെൻറ്ററിൽ കൂടെ എയർ ഇങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ ആ എയറിൻ്റെ വലിക്കണ ആ പവർ കൊണ്ട് ആ ഓയിൽ 2 ഭാഗത്തേക്കും മാറിയിട്ട് നേരെ എയർ ഫിൽറ്റർ കൂടെ മേലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അതുവഴി അടവും പെട്ടെന്ന് വരും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അടവ് വരും. അത് വരാതിരിക്കാനാണ് സെൻറ്ററിൽ ചെറിയൊരു പാളിയായിട്ട് സ്പോഞ്ച് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് എയർ ഫിൽറ്ററിനുള്ളിൽ സ്റ്റെപ്പായിട്ട് ഫിൽറ്ററുകൾ ഇരിക്കുന്നത്. മേൽഭാഗത്ത് പേപ്പർ ഫിൽറ്റർ, അതിൻ്റെ താഴെ വലിയ ഇരുമ്പിൻ്റെ ഫിൽറ്റർ, അതിൻ്റെ താഴെ അതിന് നേരെ ചെറിയ ഇരുമ്പിൻ്റെ ഫിൽറ്റർ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയില്ല. ഇത് കണ്ടില്ലേ മേൽഭാഗത്ത് പേപ്പർ ഫിൽറ്റർ ഇരിക്കുന്നത്. ആദ്യം ഈ വണ്ടിക്ക് പേപ്പർ ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ ഇത്രയധികം പൊടി കയറിയിട്ട് കറുപ്പ് കളറായിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.